അല്ല, അദ്ദേഹം പറയണല്ലോ PV അൻവർ വഴിവിട്ട് എന്താണ് ആവശ്യപ്പെട്ടത്. അദ്ദേഹം പറയട്ടെ, അതിന് ഉപോത്ബലകമായ തെളിവ് അദ്ദേഹം കൊണ്ടുവരട്ടെ. ഇപ്പൊ എല്ലാം കഴിഞ്ഞിപ്പോ ഒരു വർഷം കഴിയുമ്പോൾ ഇപ്പോഴാണോ ഈ മൊഴി കൊടുക്കുമ്പോഴാണോ അത് പറയേണ്ടത്? അന്ന് പറയേണ്ടത് അദ്ദേഹം. ഞാൻ അദ്ദേഹവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഈ വിഷയത്തിൽ മാത്രമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് കൊടുത്ത പരാതികളിൽ പല ഘട്ടത്തിൽ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ വിളിച്ചാൽ തന്നെ അദ്ദേഹം ഫോൺ കട്ട് ചെയ്യും. എന്നിട്ട് അദ്ദേഹം തിരിച്ചു വിളിക്കുക, എന്താ പറയുക, വാട്സാപ്പ് കോളിലാണ്. എന്താ അതിന്റെ ആവശ്യം? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഞാൻ ഡയറക്റ്റ് കോളിൽ 9447060901 BSNL ഉണ്ടായ ആ കാലഘട്ടം തൊട്ട് ഞാൻ ഉപയോഗിക്കുന്ന എന്റെ നമ്പറാണ്. ആ നമ്പറിൽ ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ അദ്ദേഹം കോൾ കട്ട് ചെയ്തിട്ട് തിരിച്ച് എന്താ പറയാ വാട്സാപ്പ് കോളിൽ അങ്ങോട്ട് വിളിക്കും. ഇതിന്റെ ആവശ്യം എന്താണ്? അപ്പോൾ അങ്ങനെ വഴിവിട്ട് എന്തെങ്കിലും കാര്യം ഞാൻ ആവശ്യപ്പെട്ട് ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് എത്ര ഘട്ടത്തിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നു? ഒരു ഘട്ടത്തിലും പറയാതെ ഞാൻ ഗൂഢാലോചന നടത്തി. എനിക്കെന്തിനാ ഗൂഢാലോചന നടത്തേണ്ട കാര്യം? അദ്ദേഹത്തിന്റെ പെരുമാറ്റം, അദ്ദേഹത്തിന്റെ കള്ളത്തരം, അദ്ദേഹം ഒരു നൊട്ടോറിയസ് ക്രിമിനലിനായി പറഞ്ഞ് ഞാൻ ഇപ്പോഴും മാറുന്നില്ല. എന്തിനാണ് ഈ ചങ്ങാതിയെ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോഴും താങ്ങി നിർത്തുന്നത്? ഇപ്പോഴും താങ്ങി നിർത്തുകയാണ്. ഈ വിജിലൻസ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഈ രേഖകൾ വെച്ച് കൊടുത്താൽ നാളെ ഞാനിത് കോടതിയിൽ പോകുമെന്ന് ആവർത്തിച്ച് പറഞ്ഞതാണ്. നാഗരേഷ് വക്കീലിന്റെ കയ്യിൽ കൊടുത്ത ഈ 4 ഡോക്യുമെന്റാണ് കോടതി പ്രഥമ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. ആധാരത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. പിന്നെ എനിക്കിതിൽ ഗൂഢാലോചന നടത്തേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഗൂഢാലോചന നടക്കുന്നത് പോലീസ് തന്നെ നിരന്തരമായി. ഇപ്പൊ 26-27 കേസുണ്ട്. ഇപ്പൊ ഒരു വിജിലൻസിന്റെ കേസ് വേറെ വരുന്നു. നാളെ ഏതൊക്കെ കേസ് എനിക്ക് എന്റെ പേരിൽ വരുന്ന എനിക്കറിയാൻ പറ്റില്ല. ഇപ്പോഴും ഈ സെറ്റ്, ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസും ഈ പറയുന്ന അജിത് കുമാറും ഒറ്റക്കെട്ട് തന്നെയാണ്. ആ ഭാണ്ഡം അഴിച്ചുവിടാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ ശശിക്കോ കഴിയില്ല. അതുപോലെയുള്ള ഇമ്മോറൽ ഇടപാടുകൾ നടത്തിന്. എനിക്കതാണ് ഇതിൽ പറയാനുള്ളത്. ഇപ്പോഴും ഈ പോലീസ് തന്നെയല്ലേ ഈ ഗവൺമെന്റിനെ ഇത്ര വലിയ പരിതാപകരമായ അവസ്ഥയിലെത്തിക്കുന്നത്? അന്നും ഞാൻ പറഞ്ഞ പരാതി അതല്ലേ. ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് ആരോഗ്യമന്ത്രി ഇവിടെ വന്നു, നമ്മുടെ മഞ്ചേരി ഹോസ്പിറ്റലിൽ. അവിടുത്തെ തൊഴിലാളികൾക്ക്, താൽക്കാലിക ജീവനക്കാര്, അവർക്ക് ശമ്പളം കിട്ടാത്തൊരു കാര്യം പോയി പറഞ്ഞതാ. അവരെ പേരിൽ കലാപാഹ്വാനത്തിനും അക്രമത്തിനും ഇന്ന് കേസെടുത്തു എന്നുള്ള റിപ്പോർട്ടാണ് നിങ്ങളെല്ലാവരും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ കാരണം? ഈ തൊഴിലാളികൾ, ഒരു 3-4 തൊഴിലാളികൾ എന്നെ വന്ന് കണ്ടിരുന്നു. അൻവർക്ക് അങ്ങനെ ഇങ്ങനെ ശമ്പളം കിട്ടുന്നില്ല, ഒന്ന് ഇടപെടാൻ കഴിയോ? അവരുടെ ഗതികേട് കൊണ്ട് എന്റെ അടുത്ത് വന്നതാ. അപ്പൊ ഞാൻ അവരെ സമാധാനിപ്പിച്ച് വിട്ടു. നമുക്ക് നോക്കാൻ ശ്രമിക്കാന്ന് പറഞ്ഞു. അവരെന്നെ വന്നു കണ്ട വിവരം പുറത്തറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരെന്നെ വന്ന് കണ്ടതിന്റെ പേരിലാണ് ഇപ്പൊ ആ പാവപ്പെട്ട തൊഴിലാളികൾക്ക് എതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതാണ് പോലീസ്. ഇപ്പൊ ദാറുൽ ഹുദ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു എന്താ പറയാ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അകത്തേക്ക് CPMന്റെ നേതൃത്വത്തിൽ ഒരു വലിയ എന്താ പറയാ ലഹള നടത്താൻ കണക്കാക്കിയിട്ടുള്ള ഒരു മാർച്ച്. അപ്പൊ ഇതാണ് ഈ പറഞ്ഞു വരുന്നത്. CPMന് പറ്റിയിട്ടുള്ള പിണറായി സംഘം RSSനെയും കേന്ദ്ര ഗവൺമെന്റിനെയും സുഖിപ്പിക്കാനുള്ള നിരവധിയായ നിലപാടുകൾ പോലീസ് ഇപ്പോഴും എടുക്കുകയാണ്. അവിടെയാണ് വിഷയം. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ തെളിവുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതാണല്ലോ ഇപ്പൊ അവസാനം അജിത് കുമാർ ഇപ്പൊ എവിടെയുള്ളത്? എക്സൈസിലാണ്. എനിക്കറിയില്ല. എക്സൈസ് കമ്മീഷണർ പോലീസിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഘട്ടത്തിലേക്കെങ്കിലും എത്തിയല്ലോ. നാളെ അതിലേറെ ശക്തമായി അജിത് കുമാർ തിരിച്ചു വരും. നിങ്ങൾ നോക്കിക്കോ. അജിത് കുമാർ ഈ ലോ ആൻഡ് ഓർഡറിന്റെ സിറ്റുവേഷനിൽ ആ കസേരയിലേക്ക് ഇനിയുള്ള 9 മാസത്തിനുള്ളിൽ ഏത് ഘട്ടത്തിലും തിരിച്ച് പിണറായിയുടെ ഓഫീസ് അദ്ദേഹത്തെ തിരിച്ചുകൊണ്ടുവന്ന് എനിക്ക് ഉറപ്പാണ്. നമ്മളതും കാണാൻ പോകുന്ന പൂരാണ്.